ഹായ് കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളുടെ ബീന കൃഷ്ണൻ. ഇന്ന് നമ്മൾ പഠിപ്പിക്കുന്നത് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 10ാമത്തെ ചാപ്റ്ററാണ് വണ്ടേഴ്സ് ഇൻ ദ സ്കൈ ആൻഡ് സ്പ്ലെൻഡേഴ്സ് ഓൺ ദ എർത്ത്. അതായത് വിണ്ണിലെ വിസ്മയങ്ങളും മണ്ണിലെ വിശേഷങ്ങളും എന്ന് വെച്ചാൽ വിണ്ണിലെ വെച്ചാൽ തോന്നില്ലേ ആകാശത്തിലെ വിസ്മയങ്ങളും, വിണ്ണെന്ന് വെച്ചാൽ ആകാശത്തിലെ വിസ്മയങ്ങളും മണ്ണിലെ വിശേഷങ്ങളുമാണ് പാഠത്തിൻ്റെ പേര്. ഓക്കെ ആണോ? അതായത് നമ്മൾ ഈ 5ാം ചാപ്റ്റർ 5 സ്കൈ നിയർ അറ്റ് ഹാൻഡ്, കയ്യെത്തും ദൂരത്ത് ആകാശം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിച്ചായിരുന്നു. ഓർമ്മയുണ്ടോ നിങ്ങളെ? അതായത് ആകാശത്തെക്കുറിച്ചൊക്കെ നമ്മൾ കുറേ പഠിച്ചായിരുന്നു. ഓർമ്മയുണ്ടോ? ഓരോ വേട്ടക്കാരനെക്കുറിച്ചും സപ്തഋഷികളെക്കുറിച്ചും നക്ഷത്രങ്ങളെക്കുറിച്ചും ഒക്കെ കുറേ പഠിച്ചായിരുന്നു. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഉപഗ്രഹങ്ങൾ, സാറ്റലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപഗ്രഹങ്ങൾ എന്നാണെന്നും ഓർമ്മയുണ്ടോ? അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ 5ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ്. അതിനകത്ത് നമ്മൾ പേര് മാത്രം, അതായത് സോളാർ സിസ്റ്റം എന്താണെന്നും നെയിം ഓഫ് പ്ലാനറ്റ്സുകൾ ഏതൊക്കെയാണെന്നും പേരൊക്കെ പഠിച്ചങ്ങ് പോവുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിനി ആ പേര് മാത്രം പോരാ, അതൊക്കെ എന്താണെന്നൊക്കെ പഠിക്കാനാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പോകുന്നത് കേട്ടോ നിങ്ങളെ. വണ്ടേഴ്സ് ഇൻ ദ സ്കൈ ആൻഡ് സ്പ്ലെൻഡേഴ്സ് ഓൺ ദ എർത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ കുറച്ച് നോട്ട് മാത്രം, എനിക്ക് ടെസ്റ്റ് കിട്ടിയില്ല കുഞ്ഞുങ്ങളെ, അതാണ് സംഭവം. ഞാൻ ടെസ്റ്റ് വായിച്ചു തരായിരുന്നു താഴെ, പക്ഷേ കുട്ടികൾക്കെല്ലാം വീട്ടിൽ പോയി ഹോംവർക്കൊക്കെ ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ ആരെയും ബുദ്ധിമുട്ടിച്ചില്ല, ടെസ്റ്റ് വാങ്ങിച്ചില്ല എന്നുള്ളതാണ്. അപ്പം അഥവാ ടെസ്റ്റ് വേണം, വായിച്ചു തരണം എന്നുള്ളവർ കമൻറ്റ് ബോക്സിൽ പറഞ്ഞോ, ഞാൻ ടെസ്റ്റ് എടുത്ത് തരാം. ഇംഗ്ലീഷോ മലയാളമോ ഏതെങ്കിലും ടെസ്റ്റ് എടുത്ത് തരാം. അപ്പോൾ നമുക്ക് ആ ടെസ്റ്റിൽ നിങ്ങളുടെ കയ്യിൽ എന്തായാലും ഉണ്ടല്ലോ, മലയാളംകാർ മലയാളവും ഇംഗ്ലീഷുകാർ ഇംഗ്ലീഷും നോക്കണേ കുഞ്ഞുങ്ങളെ, രണ്ടും ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പം ടെസ്റ്റിൻ്റെ 1ാമത്തെ ചോദ്യം തന്നെ എന്താ കുഞ്ഞുങ്ങളെ? വൈ ഇസ് ദ ബ്യൂട്ടിഫുൾ വ്യൂ ഓഫ് ദ സ്കൈ അറ്റ് നൈറ്റ് നോട്ട് വിസിബിൾ ടു അസ് ഡ്യൂറിങ് ഡേ ടൈം? ചോദ്യം ഇംഗ്ലീഷിലെ നല്ലതുപോലെ നോക്കണേ കുഞ്ഞുങ്ങളെ. വൈ ഇസ് ദ ബ്യൂട്ടിഫുൾ വ്യൂ ഓഫ് ദി സ്കൈ അറ്റ് നൈറ്റ് നോട്ട് വിസിബിൾ ടു അസ് ഡ്യൂറിങ് ഡേ ടൈം എന്ന് വെച്ചാൽ എന്താണെന്ന് പറയുക? ഡേ ടൈം എന്ന് വെച്ചാൽ പകൽ സമയത്ത് നമ്മുടെ ആകാശ കാഴ്ചകളിൽ, പകൽ സമയത്ത് നമ്മുടെ ആകാശത്തിലുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ? അത് നമുക്ക് ഇത് നോക്കാതെ തന്നെ നമുക്ക് പറയാൻ പറ്റും. സൂര്യൻ്റെ നല്ല ശക്തമായ ആ പ്രകാശം നമ്മളുടെ കണ്ണിലോട്ട് ഇങ്ങനെ അടിക്കുമ്പോൾ നമുക്ക് മേപ്പോട്ട് നോക്കി നിൽക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? പകൽ സമയത്താണെങ്കിൽ നീല ആകാശം, അല്ലെങ്കിൽ മഴക്കോളുണ്ടെങ്കിൽ മഴക്കോളുണ്ടെന്നോ ഇല്ലെന്നോ ഒക്കെ നമുക്ക് പറയാം അല്ലേ? പക്ഷേ പകൽ സമയത്ത് ഈ ആകാശത്തിലെ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. എന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത്. അപ്പം നോക്കിയേ, ഇംഗ്ലീഷ് നോക്കിയേ. പ്രസൻസ് ഓഫ് ദ സൺ, സൂര്യൻ്റെ സാന്നിധ്യം കൊണ്ടാണ്. പിന്നെ ക്ലൗഡ്സ്, മേഘങ്ങളുള്ളത് കൊണ്ടാണ്. ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആൻഡ് ഗ്യാസ് മോളിക്യൂൾസ്, ഇനി അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ ഉള്ളത് കൊണ്ടും വാതക തന്മാത്രകൾ ഉള്ളത് കൊണ്ടും ഒക്കെയാണ് നമുക്ക് പകൽ സമയത്ത് കുഞ്ഞുങ്ങളെ ആകാശത്തിലുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയാത്തത്. 1ാമത്തെ ടെസ്റ്റിലെ ചോദ്യം തന്നെ കേട്ടോ, നല്ലതുപോലെ നോക്കണേ. ഇത് ഇത്രയും എന്ന് വെച്ചാൽ അപ്പുറത്ത് എഴുതിയേക്കുന്നത് മഷിയുടെ ഒരു അതുണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ നോക്കിയേ, വൈ ഇസ് ദ ബ്യൂട്ടിഫുൾ വ്യൂ ഓഫ് ദ സ്കൈ അറ്റ് നൈറ്റ് നോട്ട് വിസിബിൾ ടു അസ് ഡ്യൂറിങ് ഡേ ടൈം? വായിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? പകൽ സമയത്ത് ആകാശ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കാത്തത് എന്തുകൊണ്ട്? സൂര്യൻ്റെ സാന്നിധ്യം, സൂര്യപ്രകാശം അല്ലേ, അതുപോലെ അതായത് പ്രസൻസ് ഓഫ് സണ്ണ്, ക്ലൗഡ്സ്, ഡസ്റ്റ് പാർട്ടിക്കിൾസ്, ഗ്യാസ് മോളിക്യൂൾസ് എല്ലാം ഞാൻ ദൃഢമായിട്ട് തന്നെയാണ് പറയുന്നത്. കാരണം നിങ്ങൾക്ക് അഥവാ ഏതെങ്കിലും വാക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനാണ് ഞാൻ ഇതായിട്ട് എടുത്തു പറയുന്നത്. ഓക്കെ ആണല്ലോ? അടുത്തത് 2ാമത്തെ, വാട്ട് യു മീൻ ബൈ ഗാലക്സി? എന്താണ് ഈ ഗാലക്സി? നമ്മൾ കഴിഞ്ഞതിലൊക്കെ പഠിച്ചതാണ്. ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ് ഈസ് കാൾഡ് കോൺസ്റ്റലേഷൻ എന്ന് പഠിച്ച ഓർമ്മയുണ്ടോ നിങ്ങളെ? നക്ഷത്രങ്ങളുടെ കൂട്ടം അല്ലേ? നക്ഷത്രങ്ങൾ ഇങ്ങനെ കൂടി 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 അവിടെ ഇവിടെയൊക്കെ നമുക്ക് കുറേ കാണാം അല്ലേ? 9 നിൽക്കുന്നത്, 7 നിൽക്കുന്നതും ഒക്കെ കൂട്ടമായിട്ടൊക്കെ നിൽക്കുന്നത് കാണാം. അങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നതിനെ നമ്മൾ പറയുന്നു? കോൺസ്റ്റലേഷൻ, അല്ലെങ്കിൽ നക്ഷത്ര കൂട്ടം എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഈ ഗാലക്സി എന്നാൽ എന്താണ്? ഗാലക്സി ഒരു കമ്പനിയുടെ പേരാണോ? അല്ല, ഗാലക്സീസ് ആർ ക്ലസ്റ്റേഴ്സ് ഓഫ് ബില്യൺസ് ഓഫ് സ്റ്റാർസ്. ബില്യൺ എന്ന് വെച്ചാൽ നിങ്ങളെ? കോടിക്കണക്കിന് നക്ഷത്രം ഉൾപ്പെടുന്ന അല്ല, കുറച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ കോൺസ്റ്റലേഷൻ ഉണ്ടാവും നിങ്ങൾ എ ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ് അല്ലേ? കൂട്ടമായിട്ട് അവിടെ ഇവിടെയൊക്കെ കൂടി നിൽക്കുന്നതിനെയാണ് നമ്മൾ കോൺസ്റ്റലേഷൻ എന്ന് പറയുന്നത് അല്ലേ? നക്ഷത്രക്കൂട്ടം. എന്നാൽ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന നക്ഷത്രക്കൂട്ടങ്ങളെ നമ്മൾ പറയാം? ഗാലക്സി. അത് തിരിഞ്ഞു പോവല്ലേ? അതാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. കാരണം നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസിനെ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ അത് കോൺസ്റ്റലേഷനാണ്. പക്ഷേ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾപ്പെട്ട നക്ഷത്രക്കൂട്ടങ്ങളെയാണ്
അതിനെയാണ് ഗാലക്സികൾ എന്ന് പറയുന്നത്. ഓക്കെ ആണോ നിങ്ങളെ? മലയാളവും ഇംഗ്ലീഷും എഴുതിയിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനും എഴുതാനും എളുപ്പമാണ്. ഓക്കെ ആണോ? അടുത്ത നോക്കിക്കേ, ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാണ്? നമ്മുടെ ആകാശത്ത് ദ ക്ലോസസ്റ്റ് സ്റ്റാർ ടു ദ എർത്ത്, നമ്മുടെ ഭൂമിയോട് ഏറ്റവും അടുത്ത് ക്ലോസസ്റ്റ് സ്റ്റാറാണ്. സൺ ഈസ് എ സ്റ്റാർ ആണ് കുഞ്ഞുങ്ങളെ, അത് ഓർത്തോണേ. സൺ ഈസ് എ സ്റ്റാർ ആണ്. ക്ലോസസ്റ്റ് സ്റ്റാർ ടു ദ എർത്ത് സണ്ണാണ് കേട്ടോ, സൂര്യൻ. അതൊക്കെ ഒരു മാർക്കിൻ്റെ ചോദ്യമാണ്. ഇൻ വിച്ച് സെലസ്റ്റിയൽ ബോഡി എമംഗ് ദീസ് ഡു വി ഇൻഹാബിറ്റ്? നാം അധിവസിക്കുന്ന ആകാശഗോളം ഏതാണ്? നമ്മൾ താമസിക്കുന്ന ആകാശഗോളം ഏതാ? ആകാശത്തിലെ ഒരു ഗോളമാണ് ഈ ഭൂമി എന്ന് പറയുന്നത്, അല്ലേ? ആണോ നിങ്ങളെ? ആകാശത്തിലെ ഒരു ഗോളമാണ് നമ്മൾ താമസിക്കുന്ന ഭൂമി, അതൊക്കെ അറിയാമല്ലോ. അപ്പം സെലസ്റ്റിയൽ ബോഡി എമംഗ് ദീസ് ഡു ഇൻഹാബിറ്റ് എർത്ത്. അപ്പോൾ ആ 4 എണ്ണവും വൃത്തിയായിട്ട് എഴുതിയെടുക്കണം കേട്ടോ. ഓക്കെ ആണല്ലോ? സംശയമൊന്നുമില്ലല്ലോ. നമ്മുടെ ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ മാത്രമാണ് ഞാൻ തരുന്നത്, വെളിയിൽ നിന്നൊന്നും തരുന്നില്ല. ഓക്കെ, അടുത്ത നോക്കിയേ. വൈ ഡു സ്റ്റാർസ് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? അപ്പുറത്തെ ആ മഷി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ തെളിയിച്ചാണ് ചാപ്റ്ററിൻ്റെ പേരൊക്കെ ഒന്ന് ഇതായിട്ട് എഴുതിയതാണ്, പക്ഷേ ഓക്കെ ഞാനത് വായിച്ചു തരുന്നുണ്ട്, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവല്ലോ. വൈ ഡു സ്റ്റാർസ് ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ? അറിയാമോ? വൈ ഡു സ്റ്റാർസ് ടിങ്കിൾ? നക്ഷത്രങ്ങൾ മിന്നുന്നത് എന്തുകൊണ്ടാണ്? നക്ഷത്രങ്ങൾ മിന്നുന്നത് എന്തുകൊണ്ടാണ്? ചോദ്യം നല്ലോണം നോക്കണേ. ലൈറ്റ് എമിറ്റഡ് ഫ്രം ദ സ്റ്റാർസ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ഈസ് കോൺസ്റ്റന്റ്ലി ഡിഫ്ലക്റ്റഡ് as it passes through the atmosphere. Therefore the stars seem to tingle when we look at them from the earth. വായിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? ലൈറ്റ് എമിറ്റഡ് ഫ്രം ദ സ്റ്റാർസ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ഈസ് കോൺസ്റ്റന്റ്ലി ഡിഫ്ലക്റ്റഡ് as it passes through the atmosphere. വായിക്കാൻ അറിയണേ. അതായത് നക്ഷത്രങ്ങളിൽ നിന്നും നേർരേഖയിൽ വരുന്ന പ്രകാശം, എൻ്റെ ആൻസർ നോക്കിയോ നിങ്ങളെ? നക്ഷത്രങ്ങളിൽ നിന്നും നേർരേഖയിൽ വരുന്ന പ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുമ്പോൾ നിരന്തരമായി ദിശാ വ്യതിയാനത്തിന് വിധേയമാകുന്നു. അതുകൊണ്ട് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ മിന്നുന്നതായി നമുക്ക് തോന്നുന്നു. നല്ലതുപോലെ മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ. ഇംഗ്ലീഷും കണ്ട, ഇംഗ്ലീഷും മലയാളവും ഉണ്ട്, അതുകൊണ്ട് അത് നല്ല. ലൈറ്റ് എമിറ്റഡ് ഫ്രം ദ സ്റ്റാർസ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ഈസ് കോൺസ്റ്റന്റ്ലി ഡിഫ്ലക്റ്റഡ് as it passes through the atmosphere. നക്ഷത്രങ്ങളിൽ നിന്ന് നേർരേഖയിൽ വരുന്ന പ്രകാശം, നക്ഷത്രങ്ങളിൽ നിന്നടിക്കുന്ന പ്രകാശം, നേർരേഖയിൽ വരുന്ന പ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ നിരന്തരമായി ഇങ്ങനെ ദിശാ വ്യതിയാനത്തിന് അത് വിധേയമാകുന്നു. അതുകൊണ്ട് ഭൂമിയിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ മിന്നുന്നതായിട്ട് കാണാം. ഓക്കെയാണ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യമാണ്. ഇനി പ്ലാനറ്റ്സുകളെ കുറിച്ചാണ് നമ്മുടെ ടെസ്റ്റിനകത്തിൽ. പ്ലാനറ്റ്സ് ഇത് ഓർഡറിൽ തന്നെ പഠിക്കണം. ഏതെങ്കിലുമൊക്കെ പറഞ്ഞാൽ പോരാ, ഓർഡറിൽ തന്നെ പഠിക്കണം കുഞ്ഞുങ്ങളെ. ഇപ്പം 3ാമത്തെ പ്ലാനറ്റ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയണം, അത് എർത്താണ്. അതുകൊണ്ട് ഇത് ഓർഡറിൽ തന്നെ പഠിക്കണം. ഇംഗ്ലീഷുകാർ ഇംഗ്ലീഷിലും മലയാളംകാർ മലയാളത്തിൽ രണ്ടും പഠിക്കാമെങ്കിൽ വളരെ ഉപകാരമാണ്. മെർക്കുറി ബുധൻ, വീനസ് ശുക്രൻ, എർത്ത് ഭൂമി, മാർസ് ചൊവ്വ, ജുപ്പിറ്റർ വ്യാഴം, സാറ്റേൺ ശനി, യുറാനസ് എന്ന് തന്നെയാണ് നെപ്റ്റ്യൂൺ. കണ്ടോ? ഇതിൻ്റെ ഇംഗ്ലീഷും മലയാളവും പഠിക്കണേ കുഞ്ഞുങ്ങളെ. നമുക്ക് എത്ര ഗ്രഹങ്ങൾ, നമ്മുടെ ആകാശത്തിലെ ഗ്രഹങ്ങളുടെ പേരാണ്. മൊത്തം 9 എണ്ണം ഉണ്ടായിരുന്നു, ഒന്നങ്ങ് പോയി. ഇപ്പോൾ ബാക്കി 8 എണ്ണമുണ്ട്. ആ 8 എണ്ണവും നല്ലതുപോലെ അറിഞ്ഞിരിക്കണം. മെർക്കുറി, വീനസ്, എർത്ത്. 3ാമത്തെ പ്ലാനറ്റ് ഏതാണ്? എർത്ത്. നമ്മൾ എർത്തിലാണ്. എർത്ത്, മാർസ്, ജുപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. വായിക്കാൻ അറിയണേ. മലയാളവും ഇംഗ്ലീഷും എഴുതി വെച്ചിട്ടുണ്ട്. ആദ്യത്തെ 6 ക്വസ്റ്റ്യൻ ആൻസറും നല്ലതുപോലെ പഠിക്കണം. അടുത്ത 7ാമത്തെ ചോദ്യം, എന്താണ് ഈ പ്ലാനറ്റ്സ്? പ്ലാനറ്റ്സിനെ കുറിച്ച് ഇപ്പം നമ്മൾ പറഞ്ഞു മൊത്തം 8 പ്ലാനറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. എന്താണ് പ്ലാനറ്റ്സ്? പ്ലാനറ്റ്സ് ആർ സെലസ്റ്റിയൽ ബോഡീസ് ദാറ്റ് റൊട്ടേറ്റ് ദംസെൽസ് ആൻഡ് റിവോൾവ് അറൗണ്ട് ദ സൺ. They cannot emit heat or light by themselves. Planet get their heat and light from the sun. ഇംഗ്ലീഷുകാർ ആ 3 വരി അങ്ങ് എഴുതിയെടുക്കണം. വായിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? പ്ലാനറ്റ്സ് ആർ ദ സെലസ്റ്റിയൽ ബോഡീസ് that rotate themselves and revolve around the sun.
They cannot emit heat or light by themselves. Planet get their heat and light from the sun. ഇംഗ്ലീഷുകാർ അതുപോലെ തന്നെ എഴുതിയെടുക്കണേ. മലയാളംകാരെന്ത് എഴുതും? സ്വയം കറങ്ങുകയും സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ. ഗ്രഹങ്ങൾക്ക് ചൂടോ പ്രകാശമോ സ്വയം പുറപ്പെടുവിക്കാൻ കഴിയില്ല. സൂര്യനിൽ നിന്നാണ് ഗ്രഹങ്ങൾക്ക് ചൂടും പ്രകാശവും ലഭിക്കുന്നത്. എന്താ നിങ്ങളെ? സ്വയം കറങ്ങുകയും സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ. ഗ്രഹങ്ങൾക്ക് ചൂടോ പ്രകാശമോ സ്വയം പുറപ്പെടുവിക്കാൻ കഴിയില്ല. സൂര്യനിൽ നിന്നാണ് ഗ്രഹങ്ങൾക്ക് ചൂടും പ്രകാശവും ലഭിക്കുന്നത്. ഇംഗ്ലീഷുകാരെ ഇംഗ്ലീഷ് എഴുതുക, മലയാളംകാര് മലയാളം എഴുതുക. വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ. അടുത്തത്, apart from the planets which are the other celestial bodies that orbit the sun. ഈ ഗ്രഹങ്ങൾ കൂടാതെ സൂര്യനെ വലം വയ്ക്കുന്ന മറ്റ് ആകാശഗോളങ്ങൾ സെലസ്റ്റിയൽ ബോഡീസ് ഏതെല്ലാം? നമ്മുടെ സൂര്യനെ വലം വയ്ക്കുകയാണെന്ന് പറഞ്ഞു എല്ലാവരും. അപ്പം ഈ സൂര്യനെ വലം വയ്ക്കുന്ന നമ്മൾ പറഞ്ഞ ഈ പ്ലാനറ്റ്സുകൾ മാത്രമേ ഉള്ളൂ. ഗ്രഹങ്ങൾ കൂടാതെ, പ്ലാനറ്റ്സ് എന്ന് വെച്ചാൽ ഗ്രഹങ്ങൾ കൂടാതെ സൂര്യനെ വലം വെക്കുന്നത് എന്തെല്ലാമാവും നിങ്ങളെ? ഡ്രാഫ്റ്റ് DWARF ആണ് കേട്ടോ. ഡ്രാഫ്റ്റ് പ്ലാനറ്റ് ഡ്വാർഫ് എന്നാണ്. DWARF ഡ്വാർഫ് പ്ലാനറ്റ്സ്, അതായത് ക്ഷുദ്രഗ്രഹങ്ങളും ആസ്ട്രോയിഡ്സ് കുള്ളൻ ഗ്രഹങ്ങളും. സ്പെല്ലിങ് കറക്റ്റായിട്ട് പറയണേ കേട്ടോ, സ്പെല്ലിങ് കറക്റ്റായിട്ട് പഠിക്കണേ. അടുത്ത നമ്മൾ കഴിഞ്ഞ നമ്മൾ 5ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ് എന്താണ് സോളാർ സിസ്റ്റം അല്ലെങ്കിൽ സൗരയൂഥം എന്നാൽ എന്തെന്ന് നമ്മൾ കഴിഞ്ഞ 5ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ്. ദ സോളാർ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ദ സൺ, ദ 8 പ്ലാനറ്റ്സ് ഓർബിറ്റ്സ് ദ സൺ, their satellite, draft planet, asteroids, meteors എന്നാണ് meteors and comet. വായിക്കാൻ അറിയണ കുഞ്ഞുങ്ങൾ കേട്ടോ. ദ സോളാർ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ദി സൺ, ദ 8 പ്ലാനറ്റ് ഓർബിറ്റിംഗ് ദ സൺ, their satellites, draft planets, asteroids, meteors and comet. The sun is the center of the solar system. എന്താണ് സോളാർ സിസ്റ്റം എന്നാണ്? സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങൾ, അവയുടെ ഉപഗ്രഹങ്ങൾ, കുള്ളൻ ഗ്രഹങ്ങൾ, ക്ഷുദ്രഗ്രഹങ്ങൾ, ഉൽക്കകൾ, വാൽനക്ഷത്രങ്ങൾ എന്നിവയെല്ലാം ചേർന്നത് സൗരയൂഥം എന്ന് പറയുന്നത്. എന്തെല്ലാം ചേർന്നാണ്? സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങൾ, അവയുടെ ഉപഗ്രഹങ്ങൾ, കുള്ളൻ ഗ്രഹങ്ങൾ, ക്ഷുദ്രഗ്രഹങ്ങൾ, ഉൽക്കകൾ, വാൽനക്ഷത്രങ്ങൾ എന്നിവ ചേർന്നതാണ് സൗരയൂഥം. അത് നല്ലപോലെ പഠിക്കണേ. ഏതൊക്കെയാണ് സോളാർ സിസ്റ്റം? നമ്മൾ 5ാമത്തെ ചാപ്റ്ററിലും അത് എഴുതിയതാണ് കേട്ടോ. ഓക്കെ, അടുത്ത 10ാമത്തെ നമ്മൾ സോളാർ സിസ്റ്റം എന്നാൽ എന്തെന്ന് പഠിച്ചു അല്ലേ? സോളാർ സിസ്റ്റത്തിൻ്റെ മലയാളം എന്താണ്? സൗരയൂഥം എന്നാണ്. അടുത്ത ഇനി നമ്മൾ എന്താണ് ഈ സാറ്റലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? സാറ്റലൈറ്റ് അല്ലെങ്കിൽ ഉപഗ്രഹങ്ങൾ, ഗ്രഹങ്ങളും അവയുടെ ഉപഗ്രഹങ്ങളും. ഗ്രഹങ്ങൾക്ക് ചുറ്റും നിശ്ചിത സഞ്ചാരപാതയിലൂടെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ആകാശഗോളങ്ങളാണ് ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ ഈ പറഞ്ഞ പ്ലാനറ്റ്സിലെ ഈ ഗ്രഹങ്ങൾക്ക് ചുറ്റും നിശ്ചിത സഞ്ചാരപാതയിലൂടെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ആകാശഗോളങ്ങളാണ് ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. സാറ്റലൈറ്റ്സ് ആർ സെലസ്റ്റിയൽ ബോഡീസ് ദാറ്റ് ഓർബിറ്റ് എറൗണ്ട് ദ പ്ലാനറ്റ്സ് ഇൻ ഫിക്സഡ് ഓർബിറ്റ് കേട്ടോ. ഭൂമിയുടെ ഏക ഉപഗ്രഹമാണ് ഭൂമിയുടെ വിച്ച് ഈസ് ഓൺലി സാറ്റലൈറ്റ് ഓഫ് ദ എർത്ത് മൂണാണ്. അതൊക്കെ ഒരു മാർക്കിന് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യമാണ്. ഭൂമിയുടെ ഏക ഉപഗ്രഹം ചന്ദ്രനാണ്. ഇനി അടുത്ത എന്താണ്? സൈഡേറിയൽ മന്ത് അല്ലെങ്കിൽ സിഡേറിയൽ, സൈഡെന്നോ സിഡെന്നോ പറയാം അല്ലേ? സിഡേറിയൽ മന്ത്. നക്ഷത്ര മാസം എന്നാൽ എന്താണ്? ചന്ദ്രന് ഭൂമിയെ ഒരു തവണ വലം വയ്ക്കാൻ ഏകദേശം 27.3 ദിവസം വേണ്ടി വരുന്നു. ഇതാണ് നക്ഷത്രമാസം എന്ന് പറയുന്നത്. ചന്ദ്രനാണ്
ഭൂമിയെ ഒരു തവണ വലം വയ്ക്കാൻ ഏകദേശം 27.3 ദിവസം, അതായത് 28 ദിവസം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ദിവസം വേണ്ടി വരുന്നു. ഇതാണ് നക്ഷത്രമാസം എന്ന് പറയുന്നത്. ദ മൂൺ ടേക്സ് അബൌട്ട് 27.3 ഡേയ്സ് ടു ഓർബിറ്റ് ദ എർത്ത് വൺസ്. ദിസ് ഈസ് കാൾഡ് എന്താണ്, സൈഡേറിയൽ മന്ത്. ടെസ്റ്റിലെ ഒരു ചോദ്യമുണ്ട് കേട്ടോ, നിങ്ങളത് നല്ലപോലെ എഴുതിയെടുക്കണേ. അടുത്ത എന്താണ് ഓർബിറ്റ്? ഈ നമ്മളിതുവരെ പറഞ്ഞു ഓർബിറ്റ്, അതല്ലേ ഭ്രമണപഥം എന്നാണ് അതിൻ്റെ മലയാളം. ദ ഓർബിറ്റ് ഈസ് ദ പാത്ത് ഓഫ് സെലസ്റ്റിയൽ ബോഡീസ് എറൗണ്ട് ദ സൺ. ഓരോ വരിയായിട്ട് എഴുതിയേക്കുക നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി. ദ ഓർബിറ്റ് ഈസ് ദ പാത്ത് ഓഫ് സെലസ്റ്റിയൽ ബോഡീസ് എറൗണ്ട് ദ സൺ. പ്ലാനറ്റ്സ് റിവോൾവ് എറൗണ്ട് ദ സൺ ഓൺ എലിപ്റ്റിക്കൽ ഓർബിറ്റ്. It is the gravitational force between the planets and the sun that help the planet move along their fixed orbit. ഇംഗ്ലീഷുകാർ അത് വൃത്തിയായിട്ട് ആ 3 പോയിന്റ് അങ്ങ് എഴുതിയെടുക്കണം. എന്താണ് ഓർബിറ്റ്? അതായത് സൂര്യനെ ചുറ്റിയുള്ള ആകാശഗോളങ്ങളുടെ സഞ്ചാരപാതയാണ് ഈ ഓർബിറ്റ് എന്ന് പറയുന്നത്. എന്താ നിങ്ങളെ, സൂര്യനെ ചുറ്റിയുള്ള ആകാശഗോളങ്ങളുടെ സഞ്ചാരപാതയാണിത്. ഇത് ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലൂടെയാണ് ഗ്രഹങ്ങൾ സൂര്യനെ വലം വയ്ക്കുന്നത്. ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലൂടെയാണ് ഈ ഗ്രഹങ്ങൾ സൂര്യനെ വലം വയ്ക്കുന്നത്. ഗ്രഹങ്ങളും സൂര്യനും തമ്മിലുള്ള ആകർഷണ ബലമാണ് അവയെ നിശ്ചിത ഭ്രമണത്തിലൂടെ സഞ്ചരിക്കാൻ സഹായിക്കുന്നത്. മേളിൽ ഇംഗ്ലീഷിൻ്റെ 3 വരി തന്നു. ആ 3 വരിയുടെ മലയാളമാണ് ഇപ്പോൾ പറഞ്ഞത്. സൂര്യനെ ചുറ്റിയുള്ള ആകാശഗോളങ്ങളുടെ സഞ്ചാരപാതയാണ് ഓർബിറ്റ്. ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലൂടെയാണ് ഗ്രഹങ്ങൾ സൂര്യനെ വലം വയ്ക്കുന്നത്. ഗ്രഹങ്ങളും സൂര്യനും തമ്മിലുള്ള ആകർഷണ ബലമാണ് അവയെ നിശ്ചിത ഭ്രമണത്തിലൂടെ സഞ്ചരിക്കാൻ സഹായിക്കുന്നത്. അത് എഴുതിയെടുത്ത് തന്നെ വൃത്തിയായിട്ട് പഠിക്കണം നിങ്ങൾ കേട്ടോ. ഇനി നമുക്ക് ഈ പാഠത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. കാരണം അഞ്ചാമത്തെ ചാപ്റ്ററിനകത്തിലേ നമ്മൾ നക്ഷത്രങ്ങളുടെ കൂട്ടങ്ങളെക്കുറിച്ചും അത് ഏതൊക്കെയാണല്ലേ ഓർമ്മയുണ്ടോ? വേട്ടക്കാരനെക്കുറിച്ച് അല്ലേ, സപ്തഋഷി, അങ്ങനെയൊക്കെ കുറേ നമ്മൾ പഠിച്ചതാണ് നക്ഷത്രങ്ങളെക്കുറിച്ചൊക്കെ. അപ്പോൾ നമ്മൾ പ്ലാനറ്റ്സിൻ്റെ പേരുകൾ മാത്രമേ അന്ന് പഠിച്ചുള്ളായിരുന്നു. ഇപ്പം നമ്മൾ ഗ്രഹങ്ങൾ അല്ലെങ്കിൽ പ്ലാനറ്റ്സുകളെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ടെസ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഗ്രഹങ്ങൾ അല്ലെങ്കിൽ പ്ലാനറ്റ്സ് പഠിക്കുമ്പോൾ അത് ഓർഡറിൽ തന്നെ പഠിക്കണം കേട്ടോ. ഓർഡർ തെറ്റിപ്പോയി കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല കുഞ്ഞുങ്ങളെ. കാരണം പരീക്ഷയ്ക്ക് ഇപ്പോൾ 5ാമത്തെ ഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അത് എഴുതാൻ അറിയണം കേട്ടോ. അപ്പോൾ അത് ആദ്യമേ അത് വൃത്തിയായിട്ട് അങ്ങ് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. അപ്പോൾ അതൊക്കെ 1ാമത്തെ. സോറി നിങ്ങൾ കേട്ടോ, ഈ സംസാരിച്ച് പഠിപ്പിച്ച് ഉള്ള സൗണ്ടെല്ലാം ഓരോ ദിവസം കഴിയുന്നതോറും കുറഞ്ഞുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അതുകൊണ്ടാട്ടോ, സോറി കേട്ടോ. നോക്കിക്കേ, ഗ്രഹങ്ങൾ അല്ലെങ്കിൽ പ്ലാനറ്റ്സ്. മെർക്കുറി ഹോട്ടസ്റ്റ് പ്ലാനറ്റ്. ഇനി നോക്കി, ഞാൻ 1 വേർഡായിട്ട് തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി മെർക്കുറിയെക്കുറിച്ച് ചോദിച്ചാൽ നോക്കൂ നിങ്ങളെ. ഹോട്ടസ്റ്റ് പ്ലാനറ്റ്, ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം എന്നറിയപ്പെടുന്നത് നമ്മുടെ മെർക്കുറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് 1 മാർക്കിന് ചോദിച്ചാലും അത് എഴുതാൻ പറ്റും. ഇനിയും ഇറ്റ് ഹാസ് നോ സാറ്റലൈറ്റ്. ഇവിടെ ഇതിൽ ഉപഗ്രഹങ്ങളില്ല. സാറ്റലൈറ്റ് ഹാസ് നോ സാറ്റലൈറ്റ്. ഇറ്റ് ടേക്സ് 88 ഡേയ്സ് ടു റിവോൾവ് വൺസ് അറൗണ്ട് ദ സൺ. അതായത് സൂര്യനെ ചുറ്റാൻ, റിവോൾവ് വൺസ് എറൗണ്ട്, സൂര്യനെ ഒരു വട്ടം ചുറ്റാൻ, റിവോൾവ് വൺസ് എറൗണ്ട് ദ സൺ, സൂര്യനെ ചുറ്റാൻ 88 ദിവസം വേണമെന്നാണ് പറയുന്നത്. എത്ര? കാരണം എല്ലാത്തിലും പറയുന്നുണ്ട് സൂര്യനെ ചുറ്റാൻ എത്ര ദിവസം വേണമെന്ന് കേട്ടോ. ഇത് 88 ദിവസമാണ്. ഇറ്റ് സ്പിൻസ് അബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസോ 59 ഡേയ്സാണ്. അത് സ്വയം കറങ്ങാൻ. അതിന് മെർക്കുറിയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇത് ഏറ്റവും ചൂട് കൂടിയ ഒരു ഗ്രഹമാണ് കേട്ടോ. ഹോട്ടസ്റ്റ് പ്ലാനറ്റ്, ഏറ്റവും ചൂട് കൂടിയ ഗ്രഹമാണ്. ഇവിടെ ഉപഗ്രഹങ്ങളില്ല, നോ സാറ്റലൈറ്റ്. ഇനി ഇതെന്താ? സൂര്യനെ ചുറ്റാൻ
88 ദിവസവും വേണം. അത് സ്വയം ഒന്ന് കറങ്ങാൻ 59 ദിവസവും വേണം. 4 ചെറിയ, അതിലേക്ക് ഏറ്റവും ചെറിയ പോയിന്റ് നോക്കി 4 എണ്ണമാണ് എഴുതി വെച്ചിരിക്കുന്നത്. മിനിമം ഇത് തന്നെ ഒരു പോയിന്റിന് ഒരു മാർഗ്ഗമാവും. നിങ്ങൾ ഈ പഠിക്കുമ്പോൾ എപ്പോഴും അത് ചിന്തിക്കണം. ഒരു പോയിന്റ് ഹോട്ടസ്റ്റ് പ്ലാനറ്റ് എന്ന് എഴുതുമ്പോൾ തന്നെ ഒരു മാർഗ്ഗമാണ്. അപ്പം നിങ്ങളെപ്പോഴും അങ്ങനെ പഠിക്കണം. അപ്പം നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇത് നോക്കിയേ 4 പോയിന്റിന് 4 മാർഗ്ഗം. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞ പ്ലാനറ്റ്സ്, ഒന്നാമത്തെ ഗ്രഹം ഏതാണ്? മെർക്കുറിയാണ്. ഓക്കെ ആണോ നിങ്ങളെ ഗ്രഹങ്ങൾ? അടുത്ത രണ്ടാമത്തെയാണ് വീനസ് ആണ്. വീനസ് എന്ന് വെച്ചാൽ ശുക്രൻ കേട്ടോ. ഇത് ഇംഗ്ലീഷും മലയാളവും പഠിക്കണേ. വീനസ് എന്ന് വെച്ചാൽ ശുക്രനാണ്. ഇറ്റ് ഈസ് ദ പ്ലാനറ്റ് നിയറസ്റ്റ് ടു ദ എർത്ത്, നമ്മുടെ ഭൂമിയോട് അടുത്ത്. കാരണം എന്താ? അടുത്തത് ഭൂമിയാണ്, മൂന്നാമത്തെ ഭൂമിയാണ് അല്ലേ. ഈ ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പ്ലാനറ്റ്സ് ആവും നിങ്ങളെ? വീനസ് അല്ലെങ്കിൽ ശുക്രനാണ്. ദിസ് ഈസ് സീൻ സംടൈംസ് ഇൻ ദ ഈസ്റ്റ്. ഇനി ഇത് രാവിലെ ആണെങ്കിൽ എന്താ അതിനെ മോർണിംഗ് സ്റ്റാർ എന്നാണ് അറിയപ്പെടുന്നത്. ബിഫോർ ദ സൺറൈസ് ആൻഡ് സംടൈംസ് ഇൻ ദ വെസ്റ്റ്. എന്താ വെച്ചാൽ രാവിലെ ഇത് കിഴക്ക് ഭാഗത്ത് കാണുന്നതുകൊണ്ട് ഇതിനെ മോർണിംഗ് സ്റ്റാർ എന്നും അറിയപ്പെടുന്നു. സൺറൈസ് വൈകിട്ടാണെങ്കിലോ ഇത് വെസ്റ്റ്, പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്നതിനെ, അതുകൊണ്ട് ഇതിനെ എന്താ ഈവനിങ് സ്റ്റാർ എന്നും അറിയപ്പെടുന്നു. എന്തോത്തിനെയാ? വീനസിനെയാണ്. ഇതൊക്കെ ഒരു മാർക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. വീനസിനെ അല്ലെ ശുക്രനെ ഏതൊക്കെയാണ് മോർണിംഗ് സ്റ്റാർ എന്നും ഈവനിങ് സ്റ്റാർ എന്നും ഒക്കെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. പിന്നെ വെള്ളി നക്ഷത്രം, ശുക്ര നക്ഷത്രം എന്നിങ്ങനെയൊക്കെയും ഇതിനെ അറിയപ്പെടുന്നുണ്ട്. പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് നിങ്ങളെ ഇത്. അതുകൊണ്ടാണ് ഇത് മെയിൻ പോയിന്റ് മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. കാരണം ഈ പോയിന്റ് തന്നെ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നതുകൊണ്ട് കേട്ടോ. ഓക്കെ ആണല്ലോ. അടുത്ത മൂന്നാമത്തെയാണ് നമ്മുടെ ഭൂമിയാണ് അല്ലേ. ഭൂമി എന്താ? ജീവൻ നിലനിൽക്കുന്ന ഏക ഗ്രഹം. ദ എർത്ത് ഈസ് ദ ഓൺലി പ്ലാനറ്റ് വെയർ ലൈഫ് എക്സിസ്റ്റ്. ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹം, ഒരു പ്ലാനറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയാണ്. ദ പ്രസൻസ് ഓഫ് ദ അറ്റ്മോസ്ഫിയറിക് എയർ. എന്തുകൊണ്ടാണ്? വായുമണ്ഡലത്തിൻ്റെ സാന്നിധ്യമുണ്ട്. വായു നമ്മുടെ ഭൂമിയിൽ ഉള്ളത് കൊണ്ടാണ്. സ്വയം കറങ്ങാൻ ഒരു ദിവസം സൂര്യനെ ചുറ്റാൻ സ്വയം കറങ്ങാൻ ഒരു ദിവസം സൂര്യനെ ചുറ്റാൻ 365 ദിവസം വേണം. സ്വയം ഒന്ന് കറങ്ങണമെങ്കിൽ ആർക്കാ? നമ്മുടെ ഭൂമിക്കാണ്. ഒന്ന് കറങ്ങണമെങ്കിൽ 365 ദിവസം വേണം. ദ എർത്ത് ടേക്ക് 365 1/4 ഡേയ്സ് റിവോൾവ് അറൗണ്ട് ദി സൺ. ഓക്കെ ആണോ നിങ്ങളെ? ആ 3 വൃത്തിയായിട്ട് അങ്ങ് എഴുതിയെടുക്കണേ. ഓക്കെ ആണല്ലോ. മൂന്നാമത്തെ നമ്മൾ ഓരോ പ്ലാനറ്റ്സ് അല്ലെ ഗ്രഹങ്ങളെക്കുറിച്ചുമാണ് പഠിക്കുന്നത്. അതിൽ 3 ഗ്രഹങ്ങൾ ഭൂമി വരെ പഠിച്ചു. 4ാമത്തെ ഗ്രഹമാണ് മാർസ് അല്ലെങ്കിൽ ചൊവ്വ. ഇറ്റ് ഹാസ് എ സോളിഡ് സർഫസ്. ഇവിടെ എന്ന് വെച്ചാൽ സോളിഡ് സർഫസ് എന്ന് വെച്ചാൽ ഖരരൂപം, ഭയങ്കര കട്ടിയാണ് അല്ലേ. ഖരരൂപത്തിലുള്ള ഉപരിതലമാണ്, സോളിഡ് സർഫസ് ആണ്. ഇനിയോ ഇറ്റ്സ് സർഫസ് ഈസ് റെഡ് ഓർ ഓറഞ്ച് ഇൻ കളർ. ഈ ഇതിൻ്റെ ഉപരിതലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുവപ്പും അതുപോലെ ഓറഞ്ച് കളറിന് അത് കളറാണ് ഈ മാർസിൻ്റെ പുറമെ. അതുകൊണ്ട് ഇതിനെ എന്താണ്? റെഡ് പ്ലാനറ്റ് എന്നും അറിയപ്പെടുന്നുണ്ട്. എന്താ നിങ്ങളെ? നമ്മുടെ ചൊവ്വ, ഓരോ ഗ്രഹങ്ങളെക്കുറിച്ചും അറിയണം നിങ്ങളെ. വീനസിനെ നമ്മൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞത്? ഫസ്റ്റ് നമ്മൾ ഏതാ പഠിച്ചത്? ഫസ്റ്റ് മെർക്കുറിയാണ്. മെർക്കുറി എന്ന് വെച്ചാൽ ഹോട്ടസ്റ്റ് പ്ലാനറ്റ് ആണ് കേട്ടോ. അത് ഓർത്തോടെ. ഒന്നാമത്തെ അത്. 2 വീനസ് അല്ലെങ്കിൽ ശുക്രൻ. അതിനെ നമ്മൾ മോർണിംഗ് സ്റ്റാർ, ഈവനിങ് സ്റ്റാർ, അതുപോലെ തന്നെ വെള്ളി നക്ഷത്രം, ശുക്ര നക്ഷത്രം എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ആ ക്ലൂ ഒക്കെ പഠിച്ചണം. ഇനി ഭൂമിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു പ്ലാനറ്റ്സ് മാത്രമേ ഉള്ളൂ, നമ്മുടെ ഭൂമിയാണ്. ഇവിടെ വായു ഉള്ളത് കൊണ്ടാണ് ഇത് ഒരു വട്ടം കറങ്ങണമെങ്കിൽ 365 ദിവസം വേണമെന്നും ഒക്കെ നമ്മൾ പഠിച്ചു. മാർസിനെ നമ്മൾ എന്താണെന്നറിയോ? മാർസിൻ്റെ പുറംഭാഗം അല്ലെങ്കിൽ ചൊവ്വയുടെ പുറംഭാഗം ഒരുമാതിരി ചുവപ്പും ഓറഞ്ചും കൂടെ കലർന്ന കളറാണ് ഇതിൻ്റെ പുറംഭാഗം, ഉപരിതലം അല്ലേ, സർഫസ്. അപ്പം അതുകൊണ്ട് അതിനെ നമുക്ക് റെഡ് പ്ലാനറ്റ് എന്നും അറിയപ്പെടുന്നു. ഇത് സൂര്യനെ ചുറ്റാൻ 687 ദിവസം എടുക്കുമെന്ന് പറഞ്ഞത്. ഇത് ചൊവ്വ അല്ലെങ്കിൽ മാർസ് നമ്മുടെ സൂര്യനെ ചുറ്റാൻ 687 ദിവസം എടുക്കുമെന്ന്. മെയിൻ പോയിന്റുകൾ മാത്രം 3 വെച്ചാണ് ഞാൻ എല്ലാത്തിലും എഴുതിയേക്കുന്നത്. ആ 3 പോയിന്റെങ്കിലും എഴുതണം കേട്ടോ, മാർക്ക് വേണമെങ്കിൽ കേട്ടോ. അടുത്ത നമ്മൾ 5ാമത്തെ ജുപ്പിറ്റർ അല്ലെങ്കിൽ വ്യാഴം. നമ്മുടെ പ്ലാനറ്റ്സുകളിലേക്ക് ഏറ്റവും വലിയ ഗ്രഹം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ പ്ലാനറ്റ്സ് എന്ന് പറയുന്നത് ഏതാവും നിങ്ങളെ? സോളാർ സിസ്റ്റത്തിൽ, അതായത് നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം നമ്മുടെ വ്യാഴമാണ്. ദർ ഈസ് റിംഗ് റൗണ്ട് ദ പ്ലാനറ്റ്. ഗ്രഹത്തിന് ചുറ്റും ഒരു വളയമുണ്ട്. ജുപ്പിറ്ററിൻ്റെ പ്രത്യേകത, അതിന് ചുറ്റും ഒരു വളയമുണ്ട്. ഇറ്റ് ടേക്സ് 12 years ടു റിവോൾവ് അറൗണ്ട് ദ സൺ. സൂര്യനെ ചുറ്റാൻ 12 വർഷം. ഒരു വ്യാഴവട്ടം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ ഈ കലണ്ടറൊക്കെ നോക്കിയിട്ട് ഓരോരുത്തർ പറയുന്നത് കേൾക്കാറ്. ഒരു വ്യാഴവട്ടം എന്നൊക്കെ പറയുന്നത് 12 വർഷത്തിലൊരിക്കൽ പറയുന്നതാണ് കേട്ടോ, വ്യാഴവട്ടം. അത് മനസ്സിലായോ? അതായത് സൂര്യനെ ചുറ്റാൻ 12 വർഷം എടുക്കുമെന്ന് നമ്മുടെ വ്യാഴം.
ഇനി അടുത്ത സാറ്റേൺ, ആറാമത്തെയാണ്, നമ്പർ മറക്കല്ലേ, 6 സാറ്റേൺ ശനി. ദിസ് ഈസ് ദ പ്ലാനറ്റ്സ് വിച്ച് ഈസ് വിസിബിൾ ടു ദ നേക്കഡ് ഐസ്. ഭൂമിയിൽ നിന്നും നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാവുന്ന ഏറ്റവും അകലെയുള്ളൊരു ഗ്രഹമാണ് സാറ്റേൺ അല്ലെങ്കിൽ ശനി. സർക്കുലർ റിംഗ് ക്യാൻ ബി സീൻ അറൗണ്ട് ദീസ് പ്ലേ. ഇതിനും എന്താവും നിങ്ങളെ, ഈ ഗ്രഹത്തിന് ചുറ്റും വൃത്താകൃതിയിലൊരു വളയങ്ങൾ കാണാം. നിങ്ങൾ എപ്പോഴും യൂട്യൂബിനകത്ത് ഓരോന്നില്ല കളഞ്ഞു പോയ സാധനം നോക്കിയെടുക്കുന്ന പോലെ കിടന്ന് തപ്പിയെടുക്കുന്നതാണ് അല്ലേ. അമ്മയുടെ അച്ഛൻ്റെ ഫോണൊന്ന് താഴോട്ട് വെക്കുമ്പോഴത്തേക്ക് എളുപ്പം ഏതാണ്ടില്ല കളഞ്ഞു പോകുന്ന സാധനം നോക്കിയെടുക്കുന്ന പോലെ ആ യൂട്യൂബിലൊക്കെ കിടന്ന് തപ്പുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കണം, ഈ പ്ലാനറ്റ്സിനെ കുറിച്ചൊക്കെ ഒന്ന് കയറി നോക്കുക കേട്ടോ. അപ്പോൾ അറിയാം നമ്മൾ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ. മാർസ് അടിച്ചു കൊടുക്കുമ്പോൾ ആ ഗ്രഹത്തിനെക്കുറിച്ച് അതുമാതിരി ചുമന്ന ഒരു ഗ്രഹമായിട്ടാണ് അത് കാണപ്പെടുന്നത്. വ്യാഴം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഗ്രഹമാണ് അല്ലേ. ഇതിൻ്റെ വട്ടം ഒരു വളയമുണ്ട്. അതുപോലെ തന്നെ ശനിക്കാണ് ഏറ്റവും വലിയ വളയം എന്ന് എനിക്ക് തോന്നുന്നു. ഈ ഗ്രഹത്തിന് ചുറ്റും വൃത്താകൃതിയിലുള്ള വലിയ വളയം കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു വട്ടം ഉള്ളതിൻ്റെ പുറത്തൂടെ ഒരു വലിയ വളയം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾ നല്ലപോലെ അറിയണേ, നിങ്ങളതൊന്ന് നോക്കുക, അപ്പം നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാവും. യുറാനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദെയർ ആർ നാരോ ആൻഡ് ഡാർക്ക് റിങ്സ് അറൗണ്ട് ദീസ് പ്ലാനറ്റ്. ഈ ഗ്രഹത്തിന് ചുറ്റും ഇടുങ്ങിയതും ഇരുണ്ടതുമായ ഒരു വളയം കൊടുത്തിട്ടുണ്ട്. സൂര്യനെ ഒരു പ്രാവശ്യം ചുറ്റാൻ 84 വർഷം എടുക്കുന്നു. ഓരോ നോക്കണേ നിങ്ങളെ, ഇവിടെ 84 വർഷമാണ് നമ്മുടെ യുറാനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, സൂര്യൻ്റെ ഏറ്റവും ആദ്യമേ കിടന്നത് ഏതായിരുന്നു നിങ്ങളെ, ഒന്നാമത്തെ മെർക്കുറി അല്ലേ, സൂര്യൻ്റെ ഏറ്റവും അടുത്ത് മെർക്കുറി. അതപ്പോൾ എളുപ്പം കറങ്ങിയിട്ട് വരും എന്ന് വെച്ചാൽ 88 ദിവസം കൊണ്ട് അത് സൂര്യൻ വട്ടം ഇങ്ങനെ കറങ്ങും. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വീനസ് ആയിരുന്നു അല്ലേ. വീനസിനും ഏകദേശം സ്വയം കറങ്ങാൻ 243 ദിവസം മതിയായിരുന്നു. ഞാനത് എഴുതിയില്ല, നിങ്ങളുടെ ടെസ്റ്റിലുണ്ടോ നിങ്ങളെ. അതായത് ശുക്രൻ കറങ്ങാൻ സ്വയം കറങ്ങാൻ 243 ദിവസം മതി. സൂര്യനെ ഒന്ന് ചുറ്റാൻ 225 ദിവസവും വേണം. സൂര്യനെ കറങ്ങാൻ 225. മൂന്നാമത്തെ നമ്മുടെ ഭൂമിയാണെങ്കിൽ 365.4 ദിവസം എടുത്തു അല്ലേ. നാലാമത്തെ ഏതാ, മാർസ് ആണെങ്കിലോ 687. ഓരോന്നും ആ സൂര്യനിൽ നിന്നും അകലും തോറും കറങ്ങിക്കൊണ്ട് വരാൻ സമയമെടുക്കും. 687 ദിവസമാണ് നമ്മുടെ മാർസിന്. അതുപോലെ തന്നെ ജുപ്പിറ്ററോ 12 വർഷത്തിൽ കേട്ടോ, 12 വർഷം എടുക്കും അത് കറങ്ങിങ്ങ് പോകുന്നിടത്ത് തന്നെ തിരിച്ചു വരാൻ. സാറ്റേൺ എന്ന് വെച്ചാൽ നോക്കൂ നിങ്ങളെ, ഇതിൻ്റെ വട്ടം സാറ്റേൺ ശനി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയം കറങ്ങാൻ 10 മണിക്കൂർ 30 മിനിറ്റും സൂര്യനെ ചുറ്റാൻ 29.5 വർഷവും എടുക്കുമെന്ന. സ്വയം കറങ്ങാൻ 10 മണിക്കൂർ 30 മിനിറ്റ് മതി എന്നാണ് പറഞ്ഞത് സാറ്റേൺ ശനി. പക്ഷേ സൂര്യനെ ചുറ്റാൻ 29.5 വർഷം കേട്ടോ. ആറാമത്തെ. ഇനി ഏഴാമത്തെ യുറാനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രഹത്തിന് ചുറ്റും ഇടുങ്ങിയതും ഇരുണ്ടതുമായ ഒരു വളയമുണ്ട്. സൂര്യനെ ഒരു പ്രാവശ്യം ചുറ്റാൻ 84 വർഷമാണ് അതെടുക്കുന്നത്. അതുപോലെ തന്നെ നെപ്റ്റ്യൂണോ, ഇറ്റ് ഈസ് ഗിവൺ ദ നെയിം ഓഫ് ദ ഗോഡ് ഓഫ് ഓഷൻ. സമുദ്രദേവൻ്റെ പേരാണ് നമ്മുടെ ഈ ഗ്രഹത്തിന് ഇട്ടത്. നെപ്റ്റ്യൂൺ അറിയാം, സമുദ്രദേവൻ്റെ പേരാണ് ഈ ഗ്രഹത്തിന് ഇട്ടിരിക്കുന്നത്. മാത്രമാണോ, ഇത് സ്വയം കറങ്ങാൻ 16 മണിക്കൂർ വേണം സ്വയം ഒന്ന് കറങ്ങാൻ കേട്ടോ. സൂര്യനെ കറങ്ങാൻ 165 വർഷവും, സൂര്യനെ പോയി കറങ്ങാൻ 165 വർഷം. ഇത് ഈ 8 എണ്ണവും അത് സ്വന്തമായിട്ട് കറങ്ങാനും സൂര്യനെ പോയി കറങ്ങാനും എത്ര സമയം എടുക്കണമെന്ന് നല്ലപോലെ ഒന്ന് നോക്കി പഠിക്കണേ നിങ്ങളെ. പിന്നെ ഇതിൻ്റെയൊക്കെ ഓരോ പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ മെയിൻ പോയിന്റുകളെല്ലാം എല്ലാത്തിനെക്കുറിച്ചും ഒരു 3-4 സെൻറ്റൻസുകൾ പഠിച്ചു വെച്ചിരിക്കണം. ഈ 8 ഗ്രഹങ്ങളെക്കുറിച്ചും പ്രധാനപ്പെട്ട നോക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതിക്കോ, ഒരു 3-4 സെൻറ്റൻസ് എഴുതിയിരിക്കണം കേട്ടോ. അപ്പം നമ്മൾ ഗ്രഹങ്ങളെക്കുറിച്ചാണ് ഇതുവരെ, പ്ലാനറ്റ്സുകളെ കുറിച്ചാണ് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പാർട്ടിൽ ഭൂമി എന്നല്ല, അടുത്ത നമ്മുടെ ഭൂമി എന്ന് പറയുന്നതാണ് ഇനി നമുക്ക് തുടങ്ങുന്നത്. അപ്പം നിങ്ങൾ അവർ എർത്ത് അല്ലേ, നിങ്ങൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നു, നോട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, പറയുന്നത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ പറയണം. ബാക്കി നോട്ട് ഞാൻ അന്നേരം വിടാം കേട്ടോ. കാരണം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ എഴുതിയിട്ടാൽ മതിയല്ലോ നിങ്ങൾ. ഇത് നമ്മൾ പറയുന്ന പോലെയല്ല, നല്ല റിസ്ക് ഉള്ള ജോലിയാണ് കേട്ടോ. ഇത് മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതണം കേട്ടോ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കമൻറ്റ് കണ്ടിട്ട് വേണം എനിക്ക് ബാക്കി നോട്ടിടാൻ. അപ്പോൾ പറയണേ കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, ഓക്കെ, താങ്ക് യു.